വേടൻ എന്ന് പറയുന്ന ഒരു നല്ല കലാകാരനാകേണ്ടിരുന്ന ആള്, നല്ല റാപ്പ് സംഗീതം നേടിയിരിക്കേണ്ട ആള്, ഒരുപക്ഷെ റാപ്പ് സംഗീതത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡുകൾ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തി, നല്ല കഴിവുള്ള വ്യക്തി, സമൂഹത്തെ ആകെ ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, ഇതാ വേടൻ. ഇതാ എത്ര പ്രോഗ്രാമാണ് ക്യാൻസൽ ചെയ്ത്. ബോൾഗാട്ടി പാലസിൽ ഒരു വലിയ പരിപാടി വെച്ചിരുന്നു. ഇപ്പോൾ വേടൻ പറഞ്ഞിരുന്നു, ഞാൻ ജാമ്യം എടുത്ത് വരും, നിങ്ങൾ ആ പരിപാടി വച്ചോളെന്ന്. അപ്പോഴും അയാൾ അടങ്ങാൻ തയ്യാറില്ല. ഞാൻ ജാമ്യം എടുത്തങ്ങ് വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ആ പെൺകുട്ടി യുവ ഡോക്ടറുടെ വോയിസ് എന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ട് കറക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. വേടനായാലും വേടൻ്റെ സുഹൃത്തുക്കളായാലും ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. ഞാൻ വേടനെ വേട്ടയാടുവാനോ വേടൻ്റെ പിറകെ നടക്കുവാനോ സുഭാഷിതം ചാനലിലോ എനിക്കൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ ഓരോ ദിവസവും ഇത് കാണുമ്പോൾ, പൊതുസമൂഹത്തിൽ കാണുമ്പോൾ, എന്തേ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യാത്തത്? എന്തുകൊണ്ട് ഇവിടുത്തെ ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ ആഘോഷിച്ചതല്ലേ? നിങ്ങൾക്കൊരു ചെറിയ അവസരം കിട്ടിയപ്പോൾ അതേതെങ്കിലും ദളിതന്മാരിൽ നിന്ന്, ദളിത് വിഭാഗത്തിൽ നിന്നോ, ദളിതെന്ന് ഇപ്പോൾ പറഞ്ഞുകൂടാ, പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ കിട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉയർന്നു വന്നാൽ അവരെ വല്ലാത്ത രീതിയിൽ നിങ്ങൾ അവരെ പ്രയോജനപ്പെടുത്തി അവരെ തന്നെ നിങ്ങൾ ചീത്തയാക്കുന്ന രീതിയിലേക്ക് പോകില്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവമായ, വളരെ വളരെ രസകരമായ കാര്യമാണ് വേടൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുഴപ്പങ്ങളും, ഗഞ്ചാവടിക്കുന്നത്, മദ്യപാനം, സിഗരറ്റ് വലി, പെണ്ണുപിടി, സകല കുഴപ്പങ്ങളും വേടനിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയല്ലേ? ഇപ്പോഴിതാ റേപ്പ് കേസും ആരോപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ശരിയാവാം, തെറ്റാവാം, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ, ഇവിടുത്തെ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്കതിൽ അഭിപ്രായമില്ല, നമുക്കതിൽ അഭിപ്രായമില്ല.